ഇംഗ്ലണ്ടിലെ റായ് എന്ന പുരാതന നഗരത്തിലൂടെയുള്ള എന്റെ യാത്ര തുടരുകയാണ്. ഈസ്റ്റ് സസെക്സ് കൗണ്ടിയിലെ റോത്തർ ജില്ലയിലുള്ള സുന്ദരമായ പ്രദേശമാണ് റായ്. ഈസ്റ്റ് ബോണിൽ നിന്നും ആരംഭിച്ച ഈ യാത്രയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് കാണാത്തവർക്കായി ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ട്. നഗരം, പട്ടണം എന്നൊക്കെയുള്ള നമ്മുടെ സങ്കല്പത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണിവിടം. നമ്മുടെ നാട്ടിലെ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമം പോലെയുണ്ട്. വേണമെങ്കിൽ ഇതിനെ ഗ്രാമനഗരമെന്നോ പട്ടണ ഗ്രാമമെന്നോ വിളിക്കാം. അനവധി ചെറുവഴികൾ കോർത്തിറക്കിയ ഒരു കുന്നിന്റെ ചെരുവിൽ രൂപപ്പെട്ട ജനവാസ മേഖലയാണ്. 10ാം നൂറ്റാണ്ട് മുതൽ എഴുതപ്പെട്ടതും അതിനു മുമ്പ് കേട്ടറിവുള്ളതുമായ വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഈ പ്രദേശത്തിനുണ്ട്. പഴമയുടെ ഗരിമ നിലനിർത്തിപ്പോരുന്ന ഒരു സ്ഥലം. ആധുനികമായ ഒരു ഏച്ചുകെട്ടലും ഈ നാടിനുണ്ടാകരുതെന്ന് അധികൃതർക്ക് നിർബന്ധമുണ്ട്. അതിനാൽ റോഡുകൾക്ക് വീതി കൂട്ടുകയോ കെട്ടിടങ്ങൾക്ക് രൂപമാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഒരു പുരാതന നഗരത്തെ എങ്ങനെ പരിപാലിക്കണമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണിവിടം. ചപ്പുചവറുകളോ യാതൊരുവിധ വൃത്തികേടുകളോ ഇവിടെയില്ല. അനാവശ്യമായ കൊടിതോരണങ്ങളോ ചുവരുകളെ വൃത്തികേടാക്കുന്ന പോസ്റ്ററുകളോ ഇല്ല. നൂറ്റാണ്ടുകളായുള്ള ജനവാസം ഇന്നും ഈ മേഖലയിൽ തുടരുകയാണ്. ഇതാണ് പാശ്ചാത്യരുടെ രീതി. പഴമയെ അവർ വിസ്മരിക്കില്ല, നാടിനെ വൃത്തികേടാക്കില്ല. ടൂറിസം എന്നാൽ പഴമയുടെ ചരിത്രം കൂടി ഉൾച്ചേർത്തതാണെന്ന് ഇവർക്കറിയാം. നമുക്ക് ഇതുവരെ മനസ്സിലാകാത്തതും ഇതാണ്. പഴമയെ പൊളിച്ചടക്കി കോൺക്രീറ്റ് കൂടാരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ടൂറിസം വികസനമെന്ന അബദ്ധധാരണ വിട്ടുമാറണം. അതിനൊപ്പം നാട് വൃത്തിയായും ഭംഗിയായും ഒരുക്കി നിർത്താനെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാതെ ഒരു ലോകസഞ്ചാരിയെ പോലും നമുക്ക് ആകർഷിക്കാനാകില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇത്തരം നാടുകളിലേക്ക് വരുന്നതിന് മുമ്പ് ടൂറിസം വികസനം എന്നാൽ പഴയത് നീക്കി പുതിയത് പണിയുന്ന പരിപാടിയാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. റായിലെ ഇത്തരം കല്ലുപാകിയ ഇടത്തെരുവുകൾ വളരെ ആകർഷകമാണ്. ഇതൊന്നും അടുത്ത കാലത്ത് ചെയ്തതല്ല. കുറഞ്ഞത് 500 വർഷമെങ്കിലും പഴക്കം കല്ലുവിരിച്ച ഈ പാതകൾക്കുണ്ട്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇതൊന്നും കുത്തിപ്പൊളിച്ച് കളയുകയില്ല. റോഡിന് കേടുപാട് സംഭവിച്ചാൽ ഈ കാണുന്ന വിധം തന്നെ ഇതിനെ പുനർനിർമ്മിക്കും. നമ്മളിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് റായ് കാസിലിന് മുൻപിലാണ്. ഇപ്രസ് ടവർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 13ാം നൂറ്റാണ്ടിൽ 1216 ഇത് നിർമ്മിച്ചത്. ബാഡിങ്സ് ടവർ എന്നാണ് ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത്. കൊത്തളം, ജയിൽ, കോടതി, വനിതാ ജയിൽ, കൊലക്കളം, മോർച്ചറി എന്നിങ്ങനെ വിവിധ നൂറ്റാണ്ടുകളിൽ പലതരത്തിൽ ഈ ടവർ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. നിരവധി പേരാണ് ദിനം പ്രതി ഇവിടം സന്ദർശിക്കുവാൻ എത്തുന്നത്. കാസിലിലേക്ക് പ്രവേശിക്കുകയാണ്. 5 പൗണ്ടാണ് ടിക്കറ്റ് നിരക്ക്. 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരേ ഒരു ജീവനക്കാരൻ മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് വിതരണം ചെയ്യുന്നതൊപ്പം ടവറിന്റെ ലഘുചരിത്രവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് പരമാവധി കാര്യങ്ങൾ സന്ദർശകർക്ക് പറഞ്ഞുകൊടുത്ത് സായിപ്പ് അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കഥയുടെ ഏതാണ്ട് രൂപം ഇങ്ങനെയാണ്. 1377 ഫ്രഞ്ചുകാർ ഈ നാട്ടിൽ ആക്രമണം നടത്തി. അന്ന് ശക്തമായ പ്രതിരോധമാണ് ഈ കോട്ടയിൽ നിന്ന് ഉയർന്നത്. യുദ്ധാവസാനം ഫ്രഞ്ച് സൈന്യം ഈ നാടിനെ തീയിട്ടു. അഗ്നിനാളങ്ങൾ പ്രദേശമാകെ വിഴുങ്ങി. ആ ദുരന്തത്തെ അതിജീവിച്ച ചുരുക്കം ചില നിർമ്മിതികളിൽ ഒന്നാണ് ഈ കോട്ട. പിന്നീട് ഏറെക്കാലം ഇതൊരു കോടതിയും തടവറയുമായി പ്രവർത്തിച്ചു. 1430 റായിലെ പ്രാദേശിക സർക്കാർ കോട്ട വിൽപ്പനയ്ക്ക് വെച്ചു. കോട്ടയും അനുബന്ധ ഇടങ്ങളും വലിയ തുക മുടക്കി വൻകിട തുണിക്കച്ചവടക്കാരനായിരുന്ന ജീൻ ഡി ഇപ്രസ് വാങ്ങി. അക്കാലം മുതലാണ് ഇത് ഇപ്രസ് ടവർ എന്നും അറിയപ്പെട്ടു തുടങ്ങിയത്. ഇപ്രസ് ഇവിടം ഒരു ഗോഡൌണായി ഉപയോഗിച്ചിരിക്കാനാണ് സാധ്യതയുള്ളത്. എന്നാൽ അത് സംബന്ധിച്ച് വ്യക്തമായ അറിവില്ല. പിന്നീടുള്ള 22 വർഷത്തിനിടയിൽ നിരവധി പേരിലേക്ക് കോട്ട കൈമാറ്റം ചെയ്യപ്പെട്ടു. 1452 കോട്ടയുടെ അവകാശം അതിപുരാതനമായ പ്രഭു കുടുംബമായ എയർ ഓഫ് ഡെർബിയിലെ സാർ തോമസ് സ്റ്റാൻലി സ്വന്തമാക്കി. പിന്നീടുള്ള 43 വർഷം ഇവിടം 7 പ്രഭുക്കന്മാരുടെ സ്വകാര്യ കേന്ദ്രമായിരുന്നു. 1495 റായ് പ്രാദേശിക ഭരണകൂടം ടവർ തിരികെ വാങ്ങി. അവർ ഇവിടെ ഒരു കോടതിയും ജയിലും സ്ഥാപിച്ചു. പിന്നീടുള്ള 400 വർഷം അതങ്ങനെ തുടർന്നു. ഇക്കാലത്തിനിടയിലാണ് ഈ നാടിന്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ സംഭവം അരങ്ങേറുന്നത്. ഒരു കൊലപാതകവും അതിന് നൽകിയ വധശിക്ഷയുമാണ് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. ആ കഥയിലെ ഒരു സുപ്രധാന കാഴ്ചയാണിത്. ഗാബറ്റ്, കൊല ചെയ്യപ്പെടുന്ന കുറ്റവാളികളുടെ മൃതദേഹങ്ങൾ പരസ്യമായി തൂക്കിയിട്ടിരുന്ന ഇരുമ്പ് ചട്ടക്കൂട്. ഇത് കാണുന്ന പൊതുജനം ഇനിയൊരിക്കലും വലിയ കുറ്റകൃത്യം ചെയ്യില്ലെന്ന് അക്കാലത്ത് കരുതപ്പെട്ടിരുന്നു. ഈ കാണുന്ന ഗാബറ്റിൽ ജോൺ ബ്രഡ്സ് എന്ന ഈ നാട്ടിലെ ഒരു കശാപ്പുകാരന്റെ മൃതദേഹം 20 വർഷമാണ് തൂക്കിയിട്ടത്. അഴുകി ദ്രവിച്ച ജോൺ ബ്രഡ്സിന്റെ ശവശരീര അവശിഷ്ടവും തലയോടും സമീപത്തെ റായ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗാബറ്റിനുള്ളിൽ നമ്മൾ കാണുന്ന അസ്ഥികൂടം കൃത്രിമമാണ്.
ജോൺ ബ്രഡ്സ് ചെയ്ത കുറ്റകൃത്യ കഥ ഇങ്ങനെയാണ്. വർഷം 1743. റായുടെ മേയറും ജഡ്ജിയുമായിരുന്ന ജെയിംസ് ലാബിനെ വകവരുത്തുവാൻ പ്രതി തീരുമാനിക്കുന്നു. കടുത്ത മദ്യപാനിയും ഇറച്ചി തൂക്കുന്നതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തിരുന്ന പ്രതിക്ക് പലതവണ മേയർ ശിക്ഷ വിധിക്കുകയും കനത്ത പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. ഇത് തുടരുന്ന സാഹചര്യത്തിലാണ് മേയറുടെ മകൻ ജോൺ സമീപത്തെ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൽ 1743 മാർച്ച് 17 വലിയൊരു പാർട്ടി സംഘടിപ്പിച്ചത്. ആ പാർട്ടിയിലേക്ക് പിതാവായ മേയർക്കും ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യം മൂലം പാർട്ടിയിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാൻ മേയർക്ക് സാധിച്ചില്ല. ഇതേ തുടർന്ന് തന്റെ പ്രതിനിധിയായി ഭാര്യ സഹോദരൻ അലൻ ഗ്രബലിനെ മേയർ പാർട്ടിയിലേക്ക് അയച്ചു. പാർട്ടിക്ക് ശേഷം റായ് കുന്നിലേക്ക് മടങ്ങിയ ഗ്രബലിനെ മേയറെന്ന് തെറ്റിദ്ധരിച്ച് ജോൺ ബ്രഡ്സ് കുത്തിക്കൊന്നു. ആ കേസിലെ വിചാരണ പൂർത്തിയാക്കി മേയർ തന്നെ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അന്ന് ആ വിധി നടപ്പാക്കി ഇരുമ്പുകൂട്ടിൽ മൃതദേഹം തൂക്കിയിടുന്നതുവരെ 11 പൗണ്ട് 11 പെൻസ് ചിലവ് വന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതായിരുന്നു ഇവിടുത്തെ അതീവ സുരക്ഷാ ജയിലറ. ഒരാൾക്ക് നിന്നു തിരിയാനുള്ള ഇടമില്ല. മരവാതിൽ കൊണ്ട് പൂട്ടിയാൽ കുറ്റവാളിക്ക് ശ്വാസം പോലും കിട്ടില്ല. തടവറയിൽ ഒരേ സമയം ഒന്നിലധികം പേരെ പാർപ്പിച്ച ചരിത്രവുമുണ്ട്. ശ്വാസം കിട്ടാതെ അവരെല്ലാം ഇതിനുള്ളിൽ തന്നെ പിടഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കാനാണ് സാധ്യത. തടവുകാർക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്ന പാൻട്രിയാണ്. പരിമിതമായ സൗകര്യമേ ഇതിനുള്ളിലുള്ളൂ. അക്കാലത്ത് തടവു പുള്ളികൾക്ക് നൽകിയിരുന്ന ആഹാര സാധനങ്ങളുടെ മോഡലാണ് ഇവിടെ കാണുന്നത്. പ്രധാനമായും ഉരുളക്കിഴങ്ങ്, പിന്നെ ഓട്സ്, അല്പം ധാന്യവും മത്സ്യവും. ഇതായിരുന്നു ഇവിടുത്തെ ജയിൽ അന്തേവാസികളുടെ സ്ഥിരം ഭക്ഷണം. മധ്യകാലത്ത് പടയാളികൾ ഉപയോഗിച്ചിരുന്ന പടച്ചട്ടയും യുദ്ധോപകരണങ്ങളും തൊപ്പികളുമാണ് ഇവിടെ കാണുന്നത്. വാളും മഴവും തൊപ്പിയും പടച്ചട്ടയും എല്ലാം ഒറിജിനലാണ്. ഇതിനടുത്തായി ഒരു ക്രിസ്ത്യൻ ചാപ്പലും ഉണ്ടായിരുന്നു. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കോട്ടയുടെ പുറത്തേക്കിറങ്ങി. ഇതാ ഇവിടെ ഒരു ചെറിയ ഉദ്യാനത്തിൽ പ്രായമായ കുറെ പേർ ഇരിക്കുന്നു. അവരുടെ സമീപത്ത് ശിരച്ഛേദം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ചാരി വെച്ചിട്ടുണ്ട്. ഈ ഭാഗം അത്തരം ക്രൂരതകൾ അരങ്ങേറിയ ഇടമാകാം. ഇന്നിപ്പോൾ പൂക്കളും ചെടികളും നിറഞ്ഞ കണ്ണിന് കുളിർമയേകുന്ന സ്ഥലമാണ്. എന്നാൽ ഒരു കാലത്ത് ഇവിടെ മനുഷ്യരക്തം തളം കെട്ടിയിരുന്ന ഇടമാണെന്ന് ഓർത്തപ്പോൾ വെല്ലായ്മ തോന്നി. വനിതാ തടവുകാരെ പാർപ്പിച്ചിരുന്ന മുറിയാണ്. 1837 ഇവിടെ വനിതകൾക്കായി പ്രത്യേകം തടവറകൾ സ്ഥാപിക്കപ്പെട്ടത്. പുരുഷ തടവുകാരേക്കാൾ മികച്ച സൗകര്യം വനിതകൾക്ക് നൽകിയിരുന്നു. വനിതാ ജയിലറുടെ മുറിയും പാൻട്രിയും എല്ലാം ചേർന്ന ഭാഗമാണിത്. അത്യാവശ്യം സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ഇടുങ്ങിയ മുറി. തടവ് പുള്ളികളുടെ ഒരാഴ്ചത്തെ ഭക്ഷണ മെനുവാണ്. ഉച്ചയ്ക്കും വൈകിട്ടും 2 നേരം മാത്രമായിരുന്നു ഭക്ഷണ വിതരണം. 1866 ഒരു നാൾവഴി ബുക്കാണിത്. മികച്ച കൈയക്ഷരത്തിൽ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. ഇതിനടുത്തായി ഒരു ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും നിരത്തി വച്ചിട്ടുണ്ട്. ജയിൽ ജീവനക്കാരുടെ ടോയ്ലറ്റ് സൗകര്യമായിരുന്നു ഇത്. ഇടുങ്ങിയ ഒരു പൊത്ത് എന്ന് മാത്രമേ ഇതിനെ പറയാനാകൂ. ഞെങ്ങി കയറിയിരുന്ന് കാര്യം സാധിക്കണം. എല്ലാത്തിനും മൂകസാക്ഷിയായി മരണത്തിന്റെ കാവലാൽ പോലെ വെള്ളിമൂകയുടെ ഒരു പ്രതിമ. കോട്ടയ്ക്കുള്ളിലെ പല ഭാഗങ്ങളിലേക്കും പ്രവേശനമില്ല. ദുരൂഹമായ പലതും ഇന്നും അവിടങ്ങളിലെല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഏറ്റവും താഴെയുള്ള മോർച്ചറി റൂമുകൾ, മുകളിലെ ഓഫീസ് ഭാഗങ്ങളും കോടതി മുറിയുമാണ് സീൽ ചെയ്തിരിക്കുന്നത്. ഇപ്രസ് ടവറിന്റെ ഉള്ളിലെ കാഴ്ചകൾ ഏതൊരു കഠിന ഹൃദയനെ പോലും അസ്വസ്ഥനാക്കുന്നതായിരുന്നു. ഇപ്പോൾ നാമെല്ലാം ഒരു സഞ്ചാര കേന്ദ്രമായി മാത്രം കാണുന്ന ഈ നിർമ്മിതി ക്രൂരതയുടെ പര്യായമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് ഈ മുറ്റത്തേക്ക് നോക്കുവാൻ പോലും ജനം ഭയപ്പെട്ടിരുന്നു. കഴുകന്മാർ വട്ടമിട്ട് പറന്നിരുന്ന ആകാശവും പട്ടാളക്കാരുടെ ആക്രോശവും കുറ്റവാളികളുടെ ആശ്രയം നഷ്ടപ്പെട്ട ജനങ്ങളുകളും നിറഞ്ഞ ഭൂമിയായിരുന്നു. ഇനി നേരെ പോകുന്നത് പീരങ്കികൾ സ്ഥാപിച്ചിട്ടുള്ള വിശാലമായ മൈതാനത്തേക്കാണ്. ഗൺ ഗാർഡൻ എന്നാണ് അവിടം അറിയപ്പെടുന്നത്. ഈ കുന്നിന് താഴെ ഒരു തുറമുഖമാണ്. ന്യൂ റോമിനി എന്ന വിശാലമായ ഭൂമികയിലൂടെ ഇംഗ്ലീഷ് ചാനലിൽ നിന്നും ഇവിടേക്ക് വെട്ടിയൊരുക്കിയ തുറമുഖം. അക്കാലത്ത് വലിയ സാമ്പത്തിക മേഖലയായിരുന്ന ഈ തുറമുഖവും പരിസരവും പിടിച്ചെടുക്കുവാൻ നിരവധി ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെ ചെറുക്കുവാൻ തയ്യാറാക്കിയതാണ് ഈ ഗൺ ഗാർഡൻ. 1-ാം ലോകമഹായുദ്ധ കാലത്തും ഇവിടെ നിന്നും വെടിവെച്ചകൾ ഉതിർന്നിരുന്നു. ഇന്നിപ്പോൾ ഇവിടമെല്ലാം ചരിത്ര സ്മാരകമാണ്. പഴയ പീരങ്കികളും അവയിൽ ഉപയോഗിച്ചിരുന്ന വലിയ തിരകളും കേടുകൂടാതെ ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വെള്ളത്തിലൂടെ എത്തുന്ന ശത്രുക്കളെ നിരീക്ഷിക്കാൻ സജ്ജമാക്കിയിരുന്ന ദൂരദർശിനി ഇന്നും ഇവിടെയുണ്ട്. ഈ കുന്നിൻ മുകളിൽ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടെന്ന് മനസ്സിലാക്കാതെ പലരും മരണവക്രത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്രസ് ടവറിന്റെ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. അവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞത് ആവർത്തിക്കുന്നു.
ഈ രാജ്യത്തെ കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുവാൻ സാധിക്കില്ല. ഈ രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപാദനം നടത്തുന്ന കാറ്റാടി പാടങ്ങളാണ് അങ്ങകലെ കാണുന്നത്. അവയ്ക്ക് ചുറ്റുമായി പൊന്നു വിളയുന്ന ഗോതമ്പ് പാടങ്ങൾ. കാറ്റാടികളുടെ സാന്നിധ്യമില്ലെങ്കിൽ മധ്യകാലത്തിന്റെ പുനഃസൃഷ്ടി തന്നെയാണ് അവിടങ്ങളെല്ലാം. പീരങ്കി എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് വിശദമായ ക്ലാസ്സെടുക്കൽ ഒരിടത്ത് നടക്കുന്നു. മറ്റൊരിടത്ത് തോക്കിൻ മുനയിലിരുന്ന് ഭയലേശമെന്നിയെ ഒരു കൂട്ടർ വിശ്രമിക്കുന്നു. ഇപ്രസ് ടവറിനും ഗൺ ഗാർഡനും ഇടയിലുള്ള പാതയിലൂടെ മുന്നോട്ട് നടന്നു. ഇനി പോകുന്നത് റായ് മ്യൂസിയത്തിലേക്കാണ്. കിഴക്കേ തെരുവിലാണ് മ്യൂസിയം. ടൗൺ മ്യൂസിയം എന്നും അത് അറിയപ്പെടുന്നു. പരമ്പരാഗത പ്രാദേശിക മൺപാത്രങ്ങൾ, റായിലെ കപ്പൽ വ്യവസായത്തിന്റെ ചരിത്രം, കാർഷിക വിളവെടുപ്പ് ഉപകരണങ്ങൾ തുടങ്ങി നിരവധി കാഴ്ചകൾ ആ മ്യൂസിയത്തിലുണ്ടെന്ന് ഇപ്രസ് ടവറിലെ ജീവനക്കാരൻ പറഞ്ഞിരുന്നു. സമയം കുറവാണെങ്കിലും അതെല്ലാം കാണണമെന്നുണ്ടായിരുന്നു. മ്യൂസിയത്തിന് മുന്നിലെത്തിയ ഞങ്ങൾക്ക് നിരാശരായി മടങ്ങാനായിരുന്നു വിധി. ഇന്ന് അവിടേക്ക് പ്രവേശനമില്ല. ഏതോ ഒരു സ്വകാര്യ ചടങ്ങ് നടക്കുന്നതിനാൽ താൽക്കാലികമായി മ്യൂസിയം അടച്ചിരിക്കുന്നു. തൊട്ടടുത്ത ആർട്ട് ഗാലറിയും ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. ഈ നാട്ടിലെ എന്റെ യാത്രാനുഭവങ്ങളിൽ ഇത്തരമൊരു സംഭവം ഇതാദ്യമാണ്. പ്രൊഫഷണൽ സമീപനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സമൂഹം, അവരിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവം. ഇതൊക്കെ യാത്രകളുടെ ഭാഗമാണെന്ന ആശ്വാസത്തോടെ സെന്റ് മേരീസ് പള്ളിയിലെ അത്ഭുത കാഴ്ചകളിലേക്ക് പോകാമെന്ന് കരുതുമ്പോൾ ഇരുൾ മാറി വെളിച്ചം മുന്നിലേക്ക് എത്തിയ പ്രതീതി. ലോക നാടകരംഗത്ത് വില്യം ഷേക്സ്പിയറുടെ സമകാലികനായിരുന്ന 17-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ഇംഗ്ലീഷ് നാടകകൃത്ത് ജോൺ ഫ്ലെച്ചർ ജനിച്ച വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹെൻറി എട്ടാമൻ, ദി ടു നോബിൾ കിൻസ്മാൻ, ദ ലോസ്റ്റ് കാർഡിനിയോ എന്നീ നാടകങ്ങൾ ഷേക്സ്പിയറും ഫ്ലെച്ചറും ചേർന്ന് എഴുതിയതാണ്. ഫ്രാൻസിസ് ബ്രൂമോണ്ട്, ഫിലിപ്പ് മാസിഞ്ചർ, നഥാൻ ഫീൽഡ്, തോമസ് മിഡിൽട്ടൺ, വില്യം റോലി, ജെയിംസ് ഷേർലി എന്നീ അതിപ്രശസ്ത നാടകകൃത്തുക്കൾക്കൊപ്പവും ഫ്ലെച്ചർ രചനയിൽ പങ്കാളിയായിട്ടുണ്ട്. നർമ്മത്തിന്റെ മർമ്മം തിരിച്ചറിയുന്ന എഴുത്തുകാരൻ എന്ന നിലയിലാണ് ഷേക്സ്പിയർ അടക്കം എല്ലാവർക്കും ഫ്ലെച്ചർ സ്വീകാര്യനായത്. മാഡ് ലവർ, റൂൾ എ വൈഫ് ആൻഡ് ഹാവ് എ വൈഫ്, വൈഫ് ഫോർ എ മന്ത് തുടങ്ങിയ ഫ്ലെച്ചറുടെ കോമഡി ഏകാംഗ നാടകങ്ങൾ ഇന്നും അരങ്ങിൽ അവതരിപ്പിക്കപ്പെടുന്നു. 1579 ഡിസംബർ മാസത്തിൽ റായ് സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരിയായിരുന്ന റിച്ചാർഡ് ഫ്ലെച്ചറുടെ മകനായാണ് ജോൺ ഫ്ലെച്ചർ ഇവിടെ ജനിച്ചത്. പുരോഹിതനായ പിതാവ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയതോടെ ഫ്ലെച്ചറും ഈ നാടുമായുള്ള ബന്ധം അവസാനിച്ചു. ഇന്ന് ഈ കെട്ടിടം ഒരു റെസ്റ്റോറന്റും ബാറുമായി പ്രവർത്തിക്കുന്നു. സ്പീക്ക് മീ ഫയർ ഇൻ ഡെത്ത്, മരണത്തിൽ നീ എന്നോട് നീതി പുലർത്തു, വില്യം ഷേക്സ്പിയറുടെ വെനീസിലെ വ്യാപാരി എന്ന നാടകത്തിലെ പ്രശസ്തമായ ഡയലോഗാണിത്. 52-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ ഷേക്സ്പിയറോട് മരണം നീതി പുലർത്തിയില്ല. ഈ നീതികേട് 9 വർഷത്തിനു ശേഷം 1625 ആവർത്തിച്ചു. ജോൺ ഫ്ലെച്ചറെ 45-ാം വയസ്സിൽ മരണം കൂട്ടിക്കൊണ്ടുപോയി. തീർന്നില്ല, അക്കാലത്തെ ഇംഗ്ലീഷ് നാടകരംഗത്തെ കുലപതികളെയെല്ലാം മരണം അകാലത്തിൽ വിഴുങ്ങി. 32-ാം വയസ്സിൽ ഫ്രാൻസിസ് ബ്രൂമോണ്ട്, 47-ൽ തോമസ് മിഡിൽട്ടൺ, 41-ൽ വില്യം റോലി, 33-ൽ നഥാൻ ഫീൽഡ്, 34-ൽ തോമസ് നാഷ്. പട്ടിക അനന്തമായി നീളുകയാണ്. രംഗബോധമില്ലാത്ത ആ കോമാളി 17-ാം നൂറ്റാണ്ടിൽ വിശ്വ നാടകരംഗത്തിന് വരുത്തിയ നഷ്ടം അത് നികത്താനാവില്ല. ഈ ചിന്തകളോടെ മറ്റു കാഴ്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അവയെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. സൈൻ ഔട്ട്, സുനീഷ് ഡാൻ തോമസ്.